വണക്കം. 2019 LDFിന്റെ 19 സീറ്റാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒലിച്ചുപോയത്. 19 UDF വിജയിച്ചപ്പോൾ ഒരു സ്ഥലത്ത്, അതായത് ആലപ്പുഴയിൽ മാത്രം ആരിഫ് ജയിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ശബരിമല എഫക്റ്റ് ആയിരുന്നു ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. കാരണം 2019 ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി നടന്ന സംഭവ വികാസങ്ങൾ വലിയ രീതിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് കമ്മിക്കുട്ടന്മാർക്ക് മുഴുവൻ കിട്ടിയ വലിയൊരു തിരിച്ചടിയായിരുന്നു. അതിനുശേഷം സ്വാമിയേ ശരണമയ്യപ്പ എന്ന് പറഞ്ഞു കൊണ്ട് നമ്മുടെ കോടിയേരി ബാലകൃഷ്ണന്റെ മകനടക്കം ശബരിമലയിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പാർട്ടി സഖാക്കന്മാർ മുഴുവൻ വീടാന്തരം കയറി ഇറങ്ങി നിരങ്ങി മിഴുകി ശബരിമല അയ്യപ്പന് വേണ്ടി മാപ്പ് പറയുന്ന കാഴ്ചയെ നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതിനുശേഷം 2021 മുഖ്യമന്ത്രി പിണറായി വിജയൻ ശക്തമായിട്ട് തിരിച്ചു വന്നു. അപ്പോൾ കമ്മിക്കുട്ടന്മാർക്ക് വീണ്ടും കുന്തളിപ്പ് തുടങ്ങി. കമ്മിക്കുട്ടന്മാർ അപ്പോൾ പറഞ്ഞു പരത്തിക്കൊണ്ട് കിടന്നത് ശബരിമല അയ്യപ്പൻ എഫക്റ്റ് ഒന്നും ഇപ്പോഴില്ല, അല്ലെങ്കിൽ അയ്യപ്പന്റെ ശക്തി കുറഞ്ഞു, അയ്യപ്പൻ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടെയാണ്, അതുകൊണ്ടാണ് 2021 99 സീറ്റ് നിയമസഭയിൽ നേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയായിട്ട് തിരിച്ചു വന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇതിലൊരു രസകരമായിട്ടുള്ളൊരു വസ്തുതയുണ്ട്. അയ്യപ്പന്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഷോർട്ട് ടേം പദ്ധതിയല്ല. CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുച്ചൂട് മുടിക്കണമെങ്കിൽ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. അവർക്ക് തുടർച്ചയായിട്ട് ഭരണം കൊടുത്തുകൊണ്ടിരിക്കുക. മറ്റാരും അവരെ നശിപ്പിക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല. തുടർച്ചയായിട്ട് ഭരണം ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വയമേവ നശിച്ചു പോകുന്ന ഒരു പ്രതിഭാസം ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നമുക്കെല്ലാം കാണാനായിട്ട് സാധിക്കും. ബംഗാളിൽ അങ്ങനെയാണ്, ത്രിപുരയിൽ അങ്ങനെയാണ്, കേരളത്തിൽ അങ്ങനെയായിക്കൊണ്ടിരിക്കുന്നു. കാരണം നേരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സംഘപരിവാറുകാരെ നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട്. സംഖ്യയാണെന്ന് പറയാൻ നാണിക്കരുത് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പല രാഷ്ട്രീയ നിരീക്ഷകന്മാരും ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് സംഘപരിവാറാണെന്ന് പറയാൻ നാണിക്കുന്നത് എന്ന് ചോദിക്കുന്ന കമ്മിക്കുട്ടന്മാരെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അഭിമാനത്തോടുകൂടെ പറയും, നിങ്ങളോ രാഷ്ട്രീയം നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ ഇപ്പം സംഭവം നേരെ ഉൾട്ടയടിച്ചു. അതായത് ഞാനൊരു കമ്മിയാണ് എന്ന് പറയാനാണ് ഇവന്മാർക്ക് നാണക്കേട് എന്നുള്ളതാണ് ഒരു വസ്തുത എന്ന് പറയുന്നത്. കമ്മിയാണെന്ന് പറയുമ്പോൾ എവിടെയാണ് ജോലി എന്ന് ചോദിക്കും. ജോലി എവിടെയാണെന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന ബാങ്കിലാണ് ജോലി എന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടുകാരെല്ലാം വിചാരിക്കുന്നു, ഓ പിൻവാതിൽ നിയമനം, പാവപ്പെട്ട ഏതോ ഒരു ചെറുക്കൻ PSC എഴുതി പഠിച്ച് സെക്രട്ടേറിയറ്റിന് നടയിൽ മുട്ടിലെറിഞ്ഞ് നടക്കുകയാണ് ഇവന് വേണ്ടി എന്നൊക്കെയാണ് നാട്ടുകാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. SFIയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാറ്റ കേസാണ്. DYFIയിലാണെന്ന് പറഞ്ഞാൽ പിന്നെ പറയണ്ട, പ്രബന്ധം കോപ്പി അടിച്ചെന്ന് പറയും. CPMലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർക്ക് മുഴുവൻ പുച്ഛവും അപഹാസ്യവും, അങ്ങനെ നാട്ടുകാർ മുഴുവൻ ഇവരെ കാർക്കിച്ച് തുപ്പുന്ന ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇതാണ് അയ്യപ്പന്റെ ലോങ് ടേം പ്ലാൻ എന്ന് പറയുന്നത്. 2021 CPM അധികാരത്തിലേറിയ ശേഷം ഇപ്പോൾ ഒരു വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുകയാണ്. ഈ CPMന് ഒരു കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ CPMന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമരം ചെയ്യാൻ കൊള്ളാം. സമരം ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ ഭയങ്കര സംഭവമാണെന്ന്. മറിച്ച് SFI പോലുള്ള സംഘടനകളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി 10 വർഷമായിട്ട് ഭരിച്ചു വന്നപ്പോൾ ഇപ്പോൾ നിർവീര്യമായി കിടക്കുകയാണ്. ആ SFIക്ക് ഒരു പുതുജീവൻ കിട്ടണമെങ്കിൽ എന്തെങ്കിലും ഒരു സമരം അങ്ങോട്ട് വരണം. നമ്മുടെ അണ്ണൻ തമ്പിയിൽ സലീം കുമാർ പറയുന്നത് പോലെ ഒരു കേസ് എനിക്ക് കിട്ടണമെങ്കിൽ അപ്പു ഉണ്ടല്ലോ അവൻ അവിടെ നിങ്ങോട്ട് വരണം എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങളുടെ കിടപ്പെന്ന് പറയുന്നത്. അങ്ങനെ ഒരു സമരവും ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഗവർണർക്കെതിരെ ഒരു സമരം വീണ് കിട്ടിയത്. പിന്നെ ഗവർണറുടെ ശക്തി അറിയാലോ, ഗവർണർ അവന്മാരെ എല്ലാം അടിച്ചൊതുക്കി ചാക്കി കെട്ടി എന്നുള്ളതാണ് ഒരു വസ്തുത. ഗവർണർക്കെതിരെ സമരം ചെയ്യാൻ വന്നപ്പോഴും SFI ആണ് സമരം ചെയ്യാൻ വന്നത്. വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടല്ല. കാരണം അതിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് ആർഷോ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മൊത്തത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന എല്ലാവരും ഇപ്പോൾ കോമഡി പീസായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. PM ആർഷോ എന്ന് പറയുന്ന വ്യക്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ SFIയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ സ്റ്റുഡൻസ് ഫെഡറേഷൻ വിങ് ആയിട്ടുള്ള, അതായത് SFIയിലെ വലിയ നേതാവാണ്. ആ ആർഷോയുടെ പേര് പറയുമ്പോൾ തന്നെ ജനം പറയുന്നത് ഓ ഗുണ്ടയാണ്, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ പറഞ്ഞ് പരത്തിയിരിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. കോൺഗ്രസ്സുകാർ പല ചാനൽ ചർച്ചകളിലും ആർഷോയെ ഗുണ്ട എന്ന് വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആർഷോ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ജനം കാണുമ്പോൾ തന്നെ മണ്ടനാണ് എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഗോവിന്ദ മാഷ് ആണെങ്കിൽ പിന്നെ പറയണ്ട, ഗോവിന്ദ മാഷിന്റെ 1-2 കിളി നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് അല്ല എന്നും ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ് അയ്യപ്പന്റെ ലോങ് ടേം പ്ലാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഇനി 2021 അധികാരമേറ്റതിനു ശേഷം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് പാർട്ടി പോവുകയാണെന്ന് മനസ്സിലായി. പാർട്ടി അടപടലം നശിക്കും എന്ന് ഇവിടെയുള്ള സകല സഖാക്കന്മാർക്കും മനസ്സിലായിട്ടുണ്ട്. ഇതാണ് ഞാൻ വീണ്ടും പറയുന്നു അയ്യപ്പന്റെ ലോങ് ടേം പ്ലാൻ എന്ന് പറയുന്നത്. 2 വർഷം തുടർച്ചയായി
2 ടേം തുടർച്ചയായി ഭരണം കൊടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഗുരുതരമായിട്ടുള്ള വലിയ രീതിയിലുള്ള ആരോപണം ഇല്ലാത്ത യാതൊരു നേതാക്കളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഇപ്പൊ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത്. നേരത്തെ കേഡർ പാർട്ടിയായിരുന്നു. ഇവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ പേര് കേട്ടാൽ ഇവിടെയുള്ള അണികൾ പെടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പൊ ചിരിക്കും എന്നുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ആരോപണം ഉണ്ടായത് PSC അംഗത്വത്തിനായി കോഴിക്കോട് കോഴ നൽകി എന്നുള്ളതാണ്. ഒരു ഡോക്ടറിന്റെ കയ്യിൽ നിന്നും 60 ലക്ഷം രൂപ കോഴ ചോദിച്ചു. പക്ഷേ 22 ലക്ഷം രൂപയാണ് ഡോക്ടർ കോഴ കൊടുത്തത്. പ്രമോദ് കോട്ടുളി എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ് ഡോക്ടർ കോഴ കൊടുത്തിരിക്കുന്നത് എന്നാണ് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഏരിയ കമ്മിറ്റി, അതായത് കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമാണ് ഈ പ്രമോദ് കോട്ടുളി എന്ന് പറയുന്നത്. ഈ പ്രമോദ് കോട്ടുളി അയാളുടെ കയ്യിൽ നിന്നും കോഴ വാങ്ങിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? നിങ്ങൾക്ക് PSC അംഗത്വം തരാമെന്ന് പറഞ്ഞ് കോഴ വാങ്ങിച്ചു. പോരാത്തതിന് കോഴ വാങ്ങിച്ചപ്പോൾ ഈ കോഴ വീതിച്ചു കൊടുക്കാനുള്ള, അല്ലെങ്കിൽ കോഴ വാങ്ങിക്കുമ്പോൾ പറഞ്ഞ പേരുകൾ ഇളമരം കരീമിന്റെ പേരുണ്ട്, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ മുഹമ്മദ് റിയാസിന്റെ പേരുണ്ട്. ഇത്രയും ആൾക്കാരുടെ പേര് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പ്രമോദ് കോട്ടുളി കോഴ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് CPM-ൽ വലിയ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം ശക്തമായിട്ടുള്ള നടപടി ഇതിനെതിരെ എടുക്കും എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും കോഴ മേടിച്ചു എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഊട്ടി ഉറപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മുഹമ്മദ് റിയാസ് ആണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. ആകപ്പാടെ മിണ്ടിയത് എൻ്റെ പേര് മേലാൽ അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഇരുന്നോണം, എൻ്റെ പേര് ഇതിനകത്ത് ആവശ്യമില്ലാതെ വലിച്ചഴിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് മുഹമ്മദ് റിയാസ് പറയുന്നത്. അതെന്തായാലും ഒരു ജുജുബി സംഭവമാനെ വഴിയുള്ളൂ. അതായത് ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കുക എന്നുള്ളൊരു കാര്യം. അതായത് ട്രൂത്ത് ഈസ് നോട്ട് ഡിഫമേറ്ററി എന്നാണ് പറയുന്നത്. അതായത് സത്യം ഒരിക്കലും മാനനഷ്ടത്തിന് വിധേയമാകില്ല എന്നുള്ളതാണ് നമ്മുടെ നിയമവ്യവസ്ഥയുടെ പ്രാഥമികമായിട്ടുള്ള തത്വം എന്ന് പറയുന്നത്. അതായത് മുഹമ്മദ് റിയാസ് കേസിന് പോകും എന്ന് പറയുന്ന പല കാര്യങ്ങളും മുഹമ്മദ് റിയാസ് കേസിന് പോകാറില്ല എന്നുള്ളത് ഒരു പച്ചയായിട്ടുള്ള വസ്തുതയാണ്. പിന്നെ കേസിന് പോകുന്നതൊക്കെ ഈ സോഷ്യൽ മീഡിയ വഴി എന്നെ അധിക്ഷേപിച്ചു, എൻ്റെ വീട്ടുകാരെ അധിക്ഷേപിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് മുഹമ്മദ് റിയാസ് കേസിന് പോകുന്നത്. അതുകൊണ്ട് മുഹമ്മദ് റിയാസ് അടക്കം പെട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിരിക്കുന്നത്. കോഴിക്കോടിലുള്ള CPM-ന്റെ പ്രമുഖ നേതാക്കൾ ഒന്നും തന്നെ ഈ കാര്യത്തിൽ യാതൊരുവിധ പ്രതികരണവും നടത്താനായിട്ട് തയ്യാറായിട്ടില്ല. CPM ആണെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെ തലയൂരും എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ആവശ്യത്തിന് പ്രശ്നങ്ങൾ തലയ്ക്ക് മാറ്റമുണ്ട്. സംസ്ഥാന കമ്മിറ്റിയുടെ വിമർശനം, കേന്ദ്ര കമ്മിറ്റിയുടെ വിമർശനം, പോരാത്തതിന് സംസ്ഥാന കമ്മിറ്റിയും കേന്ദ്ര കമ്മിറ്റിയും വിമർശിക്കുന്നതല്ലാതെ കുട്ടി സഖാക്കന്മാരുണ്ടല്ലോ, ഈ ജില്ലാ കമ്മിറ്റിയിലൊക്കെ ഉള്ള ഈ ജില്ലാ കമ്മിറ്റി സഖാക്കന്മാർ വരെ വാരി വലിച്ചെടുത്ത് ഗോവിന്ദണ്ണനെ ഉടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ആലപ്പുഴയിൽ അടക്കം ഗോവിന്ദണ്ണൻ വെള്ളാപ്പള്ളിയെ വിമർശിച്ചതിന്റെ പേരിൽ സഖാക്കന്മാർ വെള്ളാപ്പള്ളിയുടെ കൂടെ നിന്നുകൊണ്ട് ഗോവിന്ദണ്ണനെ എടുത്ത് ഉടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ മേയറമ്മയുടെ കാര്യം കട്ടപ്പുകയാണ്. മേയറുടെ സ്വഭാവം അല്ലെങ്കിൽ പെരുമാറ്റം ശരിയല്ല എന്നുള്ള ആരോപണങ്ങൾ വരുന്നു, വലിയ രീതിയിലുള്ള പ്രശ്നം സൃഷ്ടിക്കുന്നു. CPM ആണെങ്കിൽ പറയുന്നു ആ മെമ്മറി കാർഡ്, അതായത് യദുവിന്റെ ആ ബസ്സിലുണ്ടായിരുന്ന മെമ്മറി കാർഡ് കിട്ടാത്തത് നന്നായി പോയെന്ന് പറയുന്നു. മെമ്മറി കാർഡ് കിട്ടാത്തത് നന്നായി പോയി എന്ന് മാത്രമല്ല, അത് കിട്ടിയില്ലെങ്കിൽ മൊത്തത്തിൽ ആടാപടല നാറിപ്പോയേനെ എന്നും കൃത്യമായിട്ട് CPM പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പോരാത്തതിന് മുഖ്യമന്ത്രി പിണറായി വിജയനെ ജില്ലാ കമ്മിറ്റികൾ വിമർശിക്കുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാത്തതുണ്ട്, ഇത് കേഡർ പാർട്ടിയാണ്, അങ്ങനെ വിമർശിക്കുന്നു. നമ്മുടെ തോമസ് ഐസക്കിനെ പത്തനംതിട്ടയിലെ സഖാക്കൾ വിമർശിക്കുന്നു, പോസ്റ്റ് ഇടുന്നു. വീണ ജോർജിനെ വിമർശിക്കുന്നു, G സുധാകരന്റെ കൂടെ നിൽക്കുന്നു. നേരെ കൊല്ലത്തേക്ക് വരികയാണെങ്കിൽ അവിടെ മുകേഷിന്റെ പ്രവർത്തനം കൊള്ളില്ല എന്ന് പറയുന്നു. പുള്ളിക്കാരൻ ആടാനും പാടാനും മാത്രമേ കൊള്ളാവുള്ളൂ എന്ന് പറയുന്നു. ഇനി കോഴിക്കോട് പോവുകയാണെങ്കിൽ അവിടെയുള്ള ഇളമരം കരീമിനെ വിമർശിക്കുന്നു. അങ്ങനെ പല ആൾക്കാരെയും വിമർശിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ അടപടലം വിമർശനങ്ങളിലൂടെ ഈ പാർട്ടി എന്ത് ചെയ്യുകയാണ്, മുന്നോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അടപടലം ഈ പാർട്ടി വിമർശനങ്ങളിലൂടെ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇടുത്തി പോലെ ഈ കാര്യവും തലയിലോട്ട് വന്ന് വീണിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്. നമ്മുടെ നേരത്തെ PSC-യുമായിട്ട് ബന്ധപ്പെട്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല വിവാദങ്ങളും കേട്ടിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല വിവാദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PSC-യിൽ കോപ്പിയടി വിവാദം ഉണ്ടായിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ടായ വിവാദമാണ്. അതായത് സഖാക്കൾക്ക് വേണ്ടി PSC-യിൽ കോപ്പിയടിച്ച് സഖാക്കന്മാർ റാങ്ക് ലിസ്റ്റിൽ കയറിപ്പറ്റി. ശിവരഞ്ജിത്തും നിസാമും എന്നുള്ള 2 സഖാക്കന്മാരാണ് തിരുവനന്തപുരത്ത് നിന്ന് PSC-യിൽ കോപ്പിയടിച്ച് അകത്തോട്ട് കയറിപ്പറ്റിയത്. അങ്ങനെ അകത്തോട്ട് കയറിപ്പറ്റിയ ശിവരഞ്ജിത്തും നിസാമും കോപ്പിയടിച്ച് കയറിപ്പറ്റി എന്ന് ഭാഗ്യത്തിന് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ആ റാങ്ക് ലിസ്റ്റിംഗ് ക്യാൻസൽ ചെയ്ത് അപ്പോൾ അവിടെ പഠിച്ച ആൾക്കാരൊക്കെ ആരായി, അതായത് ഉറക്കമുളച്ചിരുന്ന് പഠിച്ച ആൾക്കാരൊക്കെ ശശിയായി. അങ്ങനെ പഠിച്ച ആൾക്കാർക്കും ഒരു വാല്യൂ കൊടുക്കാത്ത ഇവർ രണ്ടും പിടിച്ച് അകത്തിട്ട് പിന്നെ അതിനുശേഷം അവർ പുറത്തിറങ്ങി. അതിനുശേഷം ആ കേസ് വലിയ രീതിയിൽ പോയില്ല. ഈ നിസാം എന്നൊക്കെ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളരെയധികം വേണ്ടപ്പെട്ട ആളാണ്. ആ നിസാമാണ് പിൽക്കാലത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു വിദ്യാർത്ഥിയുടെ നെഞ്ചിൽ കഠാര കുത്തി ഇറക്കി എന്ന് പറഞ്ഞ് ജയിലിലേക്ക് പോകുന്ന കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് പാർട്ടി മുന്നോട്ട് വന്നത്. PSC അടക്കം മുച്ചൂടും മൂടിപ്പിക്കുന്ന ഒരു സാഹചര്യം. വിദ്യാഭ്യാസ രംഗം മുച്ചൂടും മൂടിപ്പിച്ച്, ആരോഗ്യ രംഗമാണെങ്കിൽ പിന്നെ പറയണ്ട, പണ്ടാരമടങ്ങി എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ള ഏറ്റവും കാര്യം. പിന്നെ ആഭ്യന്തര രംഗത്തിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഗുണ്ടകൾ തലസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ബോംബ് എറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബ് എറിയുക, ജനങ്ങളെ ആക്രമിക്കുക, ഇങ്ങനെയുള്ളൊരു സാഹചര്യം. ഓപ്പറേഷൻ ആഗിന് വേണ്ടി നേരെ
കേരള പോലീസ് ഗുണ്ടകളെ പിടിക്കാൻ പോയപ്പോൾ ചവിട്ടി തുറന്ന് അകത്തോട്ട് ഗുണ്ടകളുടെ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഗുണ്ടകളുടെ കൂടെ ഇരുന്ന് കളിയും ചിരിയും അടിക്കുന്ന DYSPമാരെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിന്റെ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത്. ഗോവിന്ദണ്ണനാണെങ്കിൽ കഴിഞ്ഞ ദിവസം പറയുന്നു കളകൾ മൊത്തം നമ്മൾ പറിച്ച് കളയുമെന്ന്. അങ്ങനെയാണെങ്കിൽ ആദ്യം അണ്ണനെ തന്നെ പറിച്ച് കളയേണ്ടി വരും എന്ന് സഖാക്കന്മാർ തിരിച്ചടിക്കുന്നു. ബിനോയ് വിശ്വം, നമ്മുടെ CPIയുടെ ബിനോയ് വിശ്വം വലിയ രീതിയിൽ CPMനെ വിമർശിച്ചപ്പോൾ ഇന്നലെ SFIയിലെ ഡൂക്കിളി പിള്ളേർ വന്ന് ബിനോയ് വിശ്വത്തിന് നേരെ ഭീഷണി ഉതിർത്തുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട് ബിനോയ് വിശ്വം അന്തം വിട്ട് കുന്തമിഴിയുടെ ഞാൻ സീനിയറിലും സീനിയർ നേതാവാണ്, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, താൻ പോടോ എന്ന് പറഞ്ഞുകൊണ്ട് SFI പ്രവർത്തകന്മാർ മുന്നോട്ട് പോകുന്നു. അങ്ങനെ CPM പാർട്ടി ആട്ടാപാടാലും പൊളിഞ്ഞടുങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഭരണം കിട്ടിയാലും മിക്കവാറും CPM എന്ന് പറയുന്ന അല്ലെങ്കിൽ LDF എന്ന് പറയുന്ന മുന്നണി ഞങ്ങൾക്ക് വേണ്ട, UDF ഭരിച്ചോട്ടെ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല. കാരണം ഇനി ഒരു തവണ കൂടെ ഭരണം കിട്ടിയാൽ ഞങ്ങൾ തിരിച്ചു വരാൻ പറ്റാത്തത്ര രീതിയിൽ വിസ്മൃതിയിലേക്ക് ആണ്ടുപോകുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറിയാം എന്നുള്ളത് കൊണ്ടായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ വലിയ രീതിയിൽ ഞങ്ങൾ തിരുത്താൻ പോവുകയാണെന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഗോവിന്ദണ്ണൻ ആദ്യം പറയും ഞാൻ തിരുത്താൻ പോവുകയാണെന്ന്, പിന്നെ ഗോവിന്ദണ്ണൻ പറയും ഞാൻ ശൈലി മാറ്റില്ല എന്ന് പറയും, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലി മോശമാണെന്ന് പറയും, പിന്നെ വേറെ എവിടെയെങ്കിലും ഗോവിന്ദണ്ണൻ എന്ന് പറയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലി മാത്രമായിട്ട് മാറ്റാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് തന്നെയായിരുന്നാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനി UDFനെ അധികാരത്തിലെത്തിച്ച് UDFന്റെ എന്തെങ്കിലുമൊക്കെ അഴിമതികളൊക്കെ വരുമ്പോൾ കുത്തിപ്പൊക്കി അതിനെതിരെ സമരം നടത്തി വീണ്ടും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഒരു 5 കൊല്ലം ഗ്യാപ്പ് എടുത്തിട്ട് തിരിച്ചു വരുന്നതായിരിക്കും ഇവരുടെ ആരോഗ്യത്തിന് ഉത്തമം. പക്ഷേ നമ്മുടെ അയ്യപ്പ സ്വാമിയുടെ പ്ലാൻ എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. അതുകൊണ്ട് വീണ്ടും 5 കൊല്ലം ഇവർക്ക് തന്നെ ഭരണം കൊടുക്കാനാണെങ്കിൽ മുടിഞ്ഞെന്ന് വിചാരിച്ചാൽ മതി, നമ്മളല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പം ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.